എന്താ ഇപ്പൊ പെട്ടെന്ന് വിളിക്കുന്നത്? ഹലോ, അറിഞ്ഞോണ്ടാണോ അതോ അറിയണ്ടാണോ? എന്താണ് നീ അങ്ങനെ ചോദിച്ചാ? ഏയ് ചോദിച്ചൊന്നേ ഉള്ളൂ. അല്ല, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നിനക്കറിയോ? നമ്മളെപ്പോഴും വന്നിരിക്കാനുള്ള സ്ഥലമില്ലേ, അവിടെ കറക്റ്റ് സമയത്താണ് വിളിച്ചത്. എന്നതിൻ്റെ സൗണ്ടിനൊരു മാറ്റം. ഏയ് ഒന്നുമില്ലാടാ. നീ എപ്പോഴും അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഓരോ കഥകൾ പറഞ്ഞു തരാറില്ലേ? എനിക്കിപ്പോഴും ഒരെണ്ണം പറഞ്ഞു തരുമോ? പെട്ടെന്ന് വന്ന് നീ ഇങ്ങനെ കഥയൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുന്ന് പറയാനാ. പിന്നെ അതുമാത്രമല്ല, അത് ഞാനിങ്ങനെ കഥയായിട്ടൊന്നും പറയുന്നൊന്നും അല്ലല്ലോ. അതിങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ വന്നു പോകുന്നതല്ലേ. നീ മുന്നൊരിക്കൽ എന്നോട് ചോദിച്ചത് ഓർക്കുണ്ടോ? നമ്മൾ രണ്ടുപേരും ഇപ്പോഴും ഒന്നിച്ചായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന്? പിന്നെ ഓർക്കുന്നുണ്ട്. അല്ല, നീ ഒരു കാര്യം ചെയ്യും, എപ്പോഴും ഞാനല്ലേ അതും ഇതൊക്കെ പറയാറ്. ഇപ്രാവശ്യം നീ ഒരു കഥ പറയും. നീ പറയാറുണ്ടല്ലോ ഞാൻ പറയുന്ന കഥകളൊക്കെ നിനക്കൊരു സിനിമ പോലെ ഇമാജിൻ ചെയ്യാൻ പറ്റണുണ്ടെന്നൊക്കെ. ഞാൻ നോക്കട്ടെ നിനക്ക് എന്നെ കഥ പറഞ്ഞിരുത്താൻ പറ്റുമോ. എടാ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറഞ്ഞോളൂ. പറയുന്നത് കേൾക്കാൻ ഒരാളെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യം. എടാ, നിനക്ക് ആ ദിവസം ഓർമ്മയുണ്ടോ? നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്ത ദിവസം. എടി, ഈ ജാതി മതമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായനെ. എടാ, ഇതൊക്കെ കുറച്ച് പതുക്കെ പറ. ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞ് വെറുതെ നാട്ടുകാരുടെ തല്ലി മേടിച്ചു കൂട്ടല്ലേ. അതിനിവിടെ നമ്മളല്ല വേറെ ആരുള്ളേ? എന്തേ, ഞാനിവിടെ കേട്ടോണ്ടിരിക്കണല്ലേ. അപ്പം നീ ഇതൊക്കെ നോക്കുന്ന? ഞാനതൊക്കെ നോക്കുന്നല്ല, അതൊക്കെ നോക്കുന്നവരുണ്ട്. ഈ ജാതിയും മതവും എന്തിന് കളറ് വരെ നോക്കുന്നവരുണ്ട്. നീ ഇങ്ങനെ റേസിസ്റ്റ് ആവല്ലേ? റേസിസ്റ്റ് ആയതൊന്നുമല്ല. അതെനിക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിൻ്റെ അടുക്കെ ഇങ്ങനെ നേരിട്ട് വന്ന് പറയരുതായിരുന്നു. നമ്മളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നിൻ്റെ ബുദ്ധിമുട്ട്. നീ ഇപ്പം അതും ഇതും പറഞ്ഞ് എൻ്റെ മൂഡ് കളയാനാണോ കണ്ണെന്ന് പറഞ്ഞ് വിളിച്ചേ? ഇടി, ഞാൻ പറഞ്ഞു വന്നത്. കുഴപ്പമില്ല, പറയുന്നില്ല. ഓക്കെ. എടി, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും എപ്പോഴും ഫ്രണ്ട്സ് മാത്രമായിരിക്കാൻ പറ്റില്ലല്ലേ? പുരുഷനാ? അല്ല, ഒരാണും ഒരു പെണ്ണും. എന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? എടി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനൊരു കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളാണെങ്കിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷേ ഇവന് ഇഷ്ടം പറയാൻ ഭയങ്കര പേടിയായിരുന്നു. ഇവളെന്തെങ്കിലുമൊക്കെ പറയുമോ, ഇവനിഷ്ടം തുറന്ന് പറഞ്ഞാൽ ഇവർ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് പോകുമെന്നൊക്കെ ഉള്ളൊരു പേടി. അതുകൊണ്ടെന്താ ആ പൊട്ടം പറഞ്ഞില്ലേ, കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് ആ കുട്ടിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ടെന്തായി? എന്നിട്ടെന്താ, അത് പോയി. എടി, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഒരാണിനും ഒരു പെണ്ണിനും ഒരിക്കലും നല്ല ഫ്രണ്ട്സ് മാത്രമായിരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവനോ അല്ലെങ്കിൽ അവൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ഇഷ്ടം തോന്നും. ഇപ്പം തന്നെ നിൻ്റെ അടുക്കെ നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട് വന്ന് ചോദിക്കുക, ഞങ്ങൾ 15 വർഷമായിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് മാത്രമാണ്, നമ്മൾ തമ്മിൽ വേറെ റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ 100% ഉറപ്പിച്ചു ഏതെങ്കിലും ഒരു പോയിന്റിൽ അവൾക്ക് അവളോടോ ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും. അത് ഉറപ്പുള്ള കാര്യമോ? ഓക്കെ. ഇപ്പം തന്നെ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? നിനക്ക് എന്നോടൊന്നുമില്ലെന്ന് എനിക്കും അറിയാം, അതേപോലെ തന്നെ എനിക്കൊന്നുമില്ലെന്ന് നിനക്കും അറിയാമല്ലോ. അതറിയാം. അതാണ്. എന്താടി ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ? എന്തോ അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്താ നമ്മുടെ ഇടയിൽ പറ്റിയേ? ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാനിങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് ആയിരിക്കുന്നവരുടെ ഇടയിൽ ആരെങ്കിലും ഒരാൾ ഇഷ്ടം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് പഴയതുപോലെ ആവാൻ പറ്റില്ല എന്ന്. ഒരാണിനും പെണ്ണിനും ശരിക്കും ഫ്രണ്ട്സ് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലേ?
എടി ഞാൻ പറഞ്ഞ കാര്യം എന്തേ? എടാ എടാ നിനക്കറിയാലോ, അല്ല നിനക്കറിയാം ഞാൻ എന്ത് ഉത്തരം ഇവിടെ പറയാൻ പോകുന്നതെന്ന്. എനിക്കിനി ഒരാളെ കൂടെ ആ കണ്ണിൽ കാണാൻ കഴിയുമെന്നൂടെ അറിഞ്ഞൂടെ. പോരാത്തതിന് എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇപ്പം ഞാൻ നിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു യെസ് പറഞ്ഞാൽ അതിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് നിനക്കറിയാലോ. അന്ന് നിന്നെ മറ്റുള്ള ആൾക്കാരിൽ ഡിഫറെൻ്റ് ആക്കിയത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞത് നീ അതേപോലെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേറെ കോളേജിൽ പോയിട്ടും നീ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് വേണ്ട സമയവും നീ തന്നു. ഒരു സ്ത്രീയെ, എസ്പെഷ്യലി എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ച് ഇതുപോലുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ എത്രത്തോളം ആലോചിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാലോ. എന്താടി ഇപ്പോൾ എങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട്? അല്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യമാണ് നീ പറയാൻ പോണേ. അതിന് നീ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. ശരി, നീ എന്താന്ന് വെച്ചാൽ പറ. നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? അന്ന് നീ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. ആ, മീറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ഇരിക്കുന്ന സ്ഥലമില്ല, അവിടെ ഇട്ടോ. നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടല്ലേ? മഴ പെയ്യുന്ന തോന്നണം. മഴയല്ലേ, അതിനെന്താ? നമ്മൾ കുറേ ആയില്ല ഇങ്ങനെ വന്നിരുന്നിട്ട്. ഞാൻ കുറേ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തെറ്റെൻ്റെ ഭാഗത്തല്ല എന്നുള്ള കാര്യം. മറ്റൊരാൾ പറഞ്ഞ കാര്യം ഓർത്തോണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്ത കാര്യം ഓർത്തോണ്ടോ കളയേണ്ടതല്ല നമ്മുടെ ലൈഫ്. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധം വന്നിട്ട് നീ ഇനിയെങ്കിലും ഇവൻ പറയുന്ന കാര്യങ്ങൾ അവർക്കായിരുന്നു. അതിന് ഞാൻ നിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. അത് ശരി, നീ അതും പറഞ്ഞിട്ട് മൂഡ് കളയാനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്തേ ഇതുപോലും പറയാൻ എനിക്ക് നിന്നെ വിളിച്ചുകൂടാന്നോ? നീ ഒന്ന് സങ്കല്പിച്ച് നോക്ക്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ പറയാം. അവൾ +2 പഠിക്കുമ്പോൾ അവൾക്ക് അവളുടെ ഒരു ഫ്രണ്ടിന് ഇഷ്ടമായിരുന്നു.